JEE 2024 Jan 30th ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ നമ്പർ 7 നമുക്ക് തകർത്തേക്കാം. ഓക്കെ, വർക്ക് എനർജി പ്രിൻസിപ്പിളാണ്. നമുക്കൊന്ന് നോക്കിയേക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുക. ഇത് പ്രീവിയസ് ആണെന്ന് പഠിച്ചിട്ടുള്ള കുട്ടികൾക്കറിയാം. നമ്മൾ പ്രീവിയസ് ഇയറിൻ്റെ ബുക്കുകളൊക്കെ നോക്കുമ്പോൾ ഈ ഫിഗർ നമ്മൾ കണ്ടിട്ടുണ്ട്. എ പാർട്ടിക്കിൾ ഈസ് പ്ലേസ്ഡ് അറ്റ് എ പോയിൻ്റ് എ ഓൺ എ ഫ്രിക്ഷൻലെസ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് 0. ABC is shown in the figure. It is gently pushed towards right the speed of the particle when it reaches at B ആണ് ചോദ്യം. അപ്പോൾ ഇതാണ് B, ഇതാണ് A. അപ്പോൾ വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ്. നമുക്ക് എന്താ വേണ്ടത്? സ്പീഡാണ് വേണ്ടത്. മക്കളെ, എന്താണ് വേണ്ടത്? സ്പീഡ്. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് തന്നെയാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ്. That forces may be conservative as well as non-conservative or external as well as. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സായ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം നേരെ നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഈ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഹാഫ് mv² ആണ്. ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഫോഴ്സാണ്. വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സാണ്. അത് mg × Δh ആണ്. അപ്പോൾ എമ്മും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ v² ഈസ് ഈക്വൽ ടു 2g × Δh ആണ്. അപ്പോൾ v ഈക്വൽ ടു √2g × Δh ആണ്. ഓക്കെ, ഈസ് ഈക്വൽ ടു √2g എത്രയാണ്? 10 × Δh. ആദ്യത്തത് 1 മീറ്ററും രണ്ടാമത്തെ 0.5 ആണെങ്കിൽ 1/2 ആയിരിക്കും. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്താൽ നമ്മുടെ ആൻസർ √10 ആയിരിക്കും. അപ്പോൾ വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ്, ദാറ്റ് മീൻസ് കൺസർവേറ്റീവ് ആസ് വെൽ ആസ് നോൺ കൺസർവേറ്റീവ്, ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അല്ലെങ്കിൽ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അറ്റ് എ ആൻഡ് ബി ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് അതിൻ്റെ ആപ്റ്റായിട്ടുള്ള സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് √10 ആയിരിക്കും ആൻസർ. ഓക്കെ അല്ലേടാ? താങ്ക് യു.